ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. ഇനി നമുക്ക് മുമ്പിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ എക്സാമിനുള്ളൂ. ഈ സമയത്ത് തീർച്ചയായും നല്ലൊരു മാരത്തോൺ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു വീഡിയോ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെയ്ത ഏറ്റവും റീസെൻ്റായ 2025 നടന്ന എക്സാമിൻ്റെ അവസാനത്തെ 10 ചോദ്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ 20 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് ഏരിയകൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. തീർച്ചയായും ഇനിയുള്ള 10 ചോദ്യങ്ങളിലും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. നമുക്കറിയാം PYQൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ആൻസർ മാർക്ക് ചെയ്യാനുള്ള പേപ്പറോ അതല്ല മറ്റെന്തെങ്കിലും ഫോണിലോ അതൊക്കെ അടയാളപ്പെടുത്തി വെക്കുക. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി എന്ന് അവസാനം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങളുടെ കോൺഫിഡൻസ് തീർച്ചയായും വർദ്ധിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അരുന്ധതി ഷോസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ഹെർ ഫെലോ സ്റ്റുഡൻസ്. അരുന്ധതി തൻ്റെ സഹപ്രവർത്തകരോട് അതുപോലെ ഫ്രണ്ട്സ് കൂട്ടുകാരോട് ഇവരോടൊക്കെ ഒരു സംരക്ഷണം അതുപോലെ തന്നെ അവരെ പ്രത്യേകം കെയർ ചെയ്യുക, ഈ രീതിയിലാണ് പെരുമാറുന്നത്. വിച്ച് എബിലിറ്റി ഈസ് ഷോൺ ബൈ ഹെർ. ഇവിടെ അരുന്ധതിയുടെ എന്ത് പ്രത്യേകതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഓക്കെ, ഈ ശ്രദ്ധ പുലർത്തുന്നതിലും അതുപോലെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കഴിവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അവളുടെ സാമൂഹിക നിയന്ത്രണമാണോ, സാമൂഹിക പിന്തൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണോ, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണോ, സോഷ്യൽ ഇൻ്റലിജൻസ് ആണോ? നമുക്ക് ഈ പെഡഗോഗിയിൽ നമ്മളുമായി ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഇതിൽ നോക്കേണ്ടത്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ സോഷ്യൽ ഇൻ്റലിജൻസ്. അവളുടെ സോഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് നോക്കൂ, 22ാമത്തെ ചോദ്യം. വിവിധ പാഠഭാഗങ്ങൾ പഠിക്കുവാനായി അക്ഷയ് ആശയ മാപ്പിലെ, ആശയ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെപ്റ്റ് മാപ്പ്. ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലേ? ആശയ മാപ്പ് എന്നുള്ളത് ആരെ കൊണ്ടുവന്നതെന്നൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. ഏതായാലും ഇത് പഠിക്കാനായി ആശയ മാപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ അവനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഈ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. അവന് കിനസ്തെറ്റിക് ലേണറാണോ? അവരുടെ ലേണിങ്സ് ഒക്കെ ഇൻ്റലിജൻസ് പോലെ തന്നെ അവൻ്റെ ലേണിംഗ് സ്റ്റൈൽ ഏത് രീതിയിലാണ് അവൻ പഠനം നടത്തുന്നത്? കിനസ്തെറ്റിക് ലേണറാണോ, ഓഡിറ്ററി ലേണറാണോ, വിഷ്വൽ ലേണറാണോ, റിഫ്ലക്റ്റീവ് ലേണറാണോ? അപ്പോൾ നമുക്കറിയാം ദൃശ്യ പഠിതാവാണോ, ശ്രവണ പഠിതാവാണോ, കൈനറ്റിക് എന്ന് പറഞ്ഞാൽ കിനസ്തെറ്റിക് ലേണറാണോ? ഏതാണ്? നിങ്ങൾ നോക്കൂ. നമുക്കറിയാം ഇവിടെ ആശയ മാപ്പ് രൂപീകരിക്കുക. അവന് അല്ലേ നേരെ ഒരു കൺസെപ്റ്റ് വായിക്കുന്നതിനപ്പുറം ഒരു ചിത്രങ്ങളായി അതിനെ രൂപപ്പെടുത്തുമ്പോൾ പ്രത്യേക ഡയഗ്രാം മോഡലൊക്കെ ആക്കി മാറ്റുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നു. സോ ദ ആൻസർ ഈസ് വിഷ്വൽ ലേണർ അല്ലേ? കേട്ട് പഠിക്കുന്ന കഴിവുള്ളവരാണെങ്കിൽ കേട്ടതൊക്കെ പെട്ടെന്ന് അവൻ മനസ്സിലാക്കും. അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ഓഡിറ്ററി ലേണർ എന്ന് പറയാം. ഇനി ചില ആളുകൾ ഉണ്ടാവില്ലേ ആക്ഷൻ. നമുക്കറിയാം കുട്ടികളെ വെറും പാസീവ് ലേണിങ്ങിനപ്പുറം ആക്റ്റീവ് ലേണിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ പല ആക്ടിവിറ്റികളിലൂടെ. ഇപ്പോൾ കിനസ്തെറ്റിക് ലേണേഴ്സ് ആണെങ്കിൽ അവർ വളരെ പെട്ടെന്നത് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് 6നും 14നും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം? നമുക്കറിയാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 35. ഏതാണ്? ആർട്ടിക്കിൾ 21A. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക. ആർട്ടിക്കിൾ 21 എന്താണ്? അത് അല്ലേ റൈറ്റ് ടു ലിവ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശമാണ് 21. പക്ഷെ അത് 21A ആണെന്ത്? റൈറ്റ് ആൻഡ് കമ്പൽസറി, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്നത്. ഇതിൻ്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2009 പാസ്സായി. 2011 അല്ലേ? 2011-12 ഈ ഒരു കാലയളവിൽ നിലവിൽ വന്നിട്ടുള്ള ഈ ആക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടിയുടെ പ്രത്യേക സാഹചര്യത്തിലുള്ള പെരുമാറ്റവും അധ്യാപകനുമായുള്ള ഇടപെടലുകളും നിരീക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു രേഖ അവൻ്റെ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതിന് അറിയുന്നത്. എ റിട്ടൺ റെക്കോർഡ് സ്പെസിഫിക് ബിഹേവിയർ interaction that a teacher or observer witnessed that is used for identifying the characteristics of a child is known as. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഒരു സ്പെസിഫിക് ബിഹേവിയർ
അത് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ ഉണ്ടാക്കുന്ന രേഖ ഏതാണ്? റെക്കോർഡ്. നമുക്കറിയാം സ്പെസിഫിക് ബിഹേവിയർ അതുപോലെ തന്നെ അവൻ്റെ പെർഫോമൻസ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന സാധനമാണ്. ഏതാണത്? അത് മറ്റൊന്നുമല്ല, അനക്ഡോട്ടൽ റെക്കോർഡാണ്. ഇപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് എപ്പോഴും ചോദ്യത്തിൽ വരാറുള്ള ഒരു റെക്കോർഡാണ് ക്യുമുലേറ്റീവ്. നമുക്ക് ഒരു കുട്ടിയുടെ പഠന കാലയളവിലെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന ക്യുമുലേറ്റീവ് സഞ്ചിത രേഖകളുണ്ട്. അതല്ല അനക്ഡോട്ടൽ, സ്പെഷ്യൽ ബിഹേവിയർ ആണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തത്തിലുള്ളതല്ലാന്ന്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അതുപോലെ പെർഫോമൻസും, ഈ കുട്ടി ചിലപ്പോൾ ഒരു പാട്ട് മത്സരത്തിൽ ഏതെങ്കിലും ഫെസ്റ്റിൽ എന്തെങ്കിലും ഫസ്റ്റ് നേടി, ഇങ്ങനെയുള്ള പെർഫോമൻസുകളൊക്കെ അതിൽ രേഖപ്പെടുത്തി വെക്കാം. നെക്സ്റ്റ് നോക്കൂ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഒരു പഠന വൈകല്യമായി കണക്കാക്കാവുന്നത്? നമുക്കറിയാം ലേണിംഗ് ഡിസാബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ മിസ്റ്റേക്ക് വന്നതാണ്, ഇംഗ്ലീഷിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. ലേണിംഗ് ഡിസാബിലിറ്റി എന്ന് പറയാം, ആസ് ഹാവിങ് എ ലേണിംഗ് ഡിസാബിലിറ്റി. സോ നോക്കൂ, എളുപ്പത്തിൽ ക്ഷീണിതനാകുകയും ഏൽപ്പിച്ച കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തുകയും ചെയ്യുന്നത് അതൊരു ലേണിംഗ് ഡിസാബിലിറ്റി ആണോ? അല്ലെ IQ 110 കിട്ടിയിട്ടും വായനക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതാണോ ലേണിംഗ് ഡിസാബിലിറ്റി? തന്നെക്കാൾ താഴ്ന്ന പ്രായക്കാരുമായി കളിക്കാൻ താല്പര്യപ്പെടുകയും സ്കൂൾ പാഠ്യപദ്ധതിയുടെ എല്ലാ മേഖലകളിലും താഴ്ന്ന നിലവാരം വെളിപ്പെടുത്തുന്നത്. 4, ക്ലാസ്സിൽ എന്തെങ്കിലും വിളിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ ഏറ്റവും ലേണിംഗ് ഡിസാബിലിറ്റി കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വായനാ വൈകല്യം, എഴുതാൻ ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അതുപോലെ ഡിസ്ലെക്സിയ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, IQ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് വായിക്കാൻ പ്രയാസപ്പെടുന്നു, വായനക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സോ ഇതാണ് ലേണിംഗ് ഡിസാബിലിറ്റി. അപ്പോൾ നമുക്കറിയാം അവിടെ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നമല്ല. അതല്ല, ലേണിംഗ് ഡിസാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കുറഞ്ഞത് കൊണ്ടാണോ? അല്ല. സോ നമുക്കറിയാം വായനക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുക, എഴുതാൻ പ്രയാസപ്പെടുന്ന ഡിസ്ഗ്രാഫിയ എന്ന് നമ്മൾ പറയും. ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്സിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിസ്പ്രാക്സിയ ഉണ്ട്. ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്, പല ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. നമ്മുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ്, അതായത് ശാരീരികമായിട്ടുള്ള ചലന വൈകല്യങ്ങളിലൊക്കെ പ്രയാസം അനുഭവപ്പെടുക, ഡിസ്പ്രാക്സിയാണ് കേട്ടോ അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഏത് ദിവസമാണ് അന്തർദേശീയ ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ഡിസാബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റംബർ 5 ആണോ, നവംബർ 11 ആണോ, ഡിസംബർ 3 ആണോ, ഡിസംബർ 10 ആണോ? ഏതാണ്? നമുക്കറിയാം അത് ഡിസംബർ 3 ആണ്. സെപ്റ്റംബർ 5 ഏതാണ്? അധ്യാപക ദിനം അല്ലേ, ടീച്ചേഴ്സ് ഡേ ആണ്, ടീച്ചേഴ്സ് ഡേ. നവംബർ 11 സാക്ഷരതയുമായി ബന്ധപ്പെട്ട ഒരു ഡേ ആണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഒരു കുട്ടിക്ക് അവൻ്റെ ജോഗ്രഫി അധ്യാപകനെ വളരെ ഇഷ്ടമാണ്. അധ്യാപകനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ ജോഗ്രഫി പഠിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുകയും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്നു. പഠനത്തിൻ്റെ ഏത് നിയമമാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്? നമുക്കറിയാം, ഒരു അധ്യാപകനെ ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടം തൻ്റെ ആ വിഷയത്തിലേക്ക് മാറുക. ഇവിടെയാണ് ഈ ലോൻ്റെ പേരാണെന്ത്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് അസോസിയേഷൻ, ലോ ഓഫ് ജനറലൈസേഷൻ, ലോ ഓഫ് എഫക്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ, ലോ ഓഫ് അസോസിയേഷൻ. ഇതിൽ നമുക്കറിയാം മറ്റു ചില ലോകൾ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലേ ഏറ്റവും റെഡിനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി പഠിക്കാൻ റെഡിയാണെങ്കിൽ, സന്നദ്ധനാണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനുള്ള അനുഭവം ഉണ്ടായിരിക്കണം. പഠിക്കാൻ സന്നദ്ധനാണെങ്കിൽ മാത്രമേ കുട്ടിയെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റൂ. ലോ ഓഫ് എഫക്റ്റ് എന്തായിരുന്നു? ലോ ഓഫ് എഫക്റ്റ് അല്ലേ, ഒരു നല്ലൊരു അനുഭവം ലഭിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും? നല്ലൊരു റെസ്പോൺസ് കുട്ടിക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ലോ ഓഫ് എഫക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. സോ ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, കുട്ടികളുടെ ഭാഷാ വികസനത്തിൻ്റെ ശരിയായ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇപ്പോൾ കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്പ് നടക്കുന്ന ഓരോ സ്റ്റേജസുകളുണ്ട്. ആ സ്റ്റേജസുകളാണ് നമ്മളോട് പറയുന്നത്. ഇതിൽ ആദ്യം നടക്കുന്ന ഏതാണ്? ബാബ്ലിംഗ്, പ്രീ സ്പീച്ച്, ഹോളോ ഫ്രേസ്, അതുപോലെ ടെലിഗ്രാഫിക്. ഏതാണ് ആദ്യം നടക്കുന്നത്? ആദ്യം നടക്കുന്നത് ഫ്രീ സ്പീച്ചാണ്. ഇതാണ് ആദ്യം വരുന്നത്. സെക്കൻഡ്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് ഇതാണ്, ബാബ്ലിംഗ് ആണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ഹോളോ ഫ്രേസ് അല്ലേ, തേർഡ് വൺ.
ഫോർത്ത് ആണ് ടെലിഗ്രാഫിക്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 2 ആണ് ആദ്യം വരേണ്ടത്. അതെവിടെയാണ് 2, പിന്നെ 1, അപ്പോൾ ഇവിടെ സി വരുന്നു, പിന്നെ 3, പിന്നെ 4. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഏറ്റവും ദൃഢബന്ധമുള്ള ഗ്രൂപ്പ്, അതായത് മോസ്റ്റ് കൊഹസീവ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുന്നത്, അതായത് താഴെയുള്ള ഓപ്ഷനിൽ ഏറ്റവും നിങ്ങൾ നോക്കൂ, ക്രൗഡ്, ക്ലാസ് റൂം, ഫാമിലി, അസോസിയേഷൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും കൊഹസീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ ഫാമിലിയാണ്. ഇവിടെയാണ് കൊഹസീവ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അവസാനത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്? കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഏത് ടെസ്റ്റ്? അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്. ഏതാണ്? നമുക്കറിയാം, അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ലേണിംഗ് ഡിസേബിലിറ്റി, നിദാന ശോധകം. ഓക്കെ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, എന്നിട്ട് റെമഡിയൽ മെഷേഴ്സുകളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട സൈക്കോളജിയിലുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിലൂടെ പരമാവധി കുറയ്ക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.